കൂട്ടുകാരെല്ലാം വെക്കേഷൻ മൂഡിലായിരിക്കുമല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വീഡിയോകൾ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണണം. കണ്ടിട്ട് അതിന് അഭിപ്രായങ്ങൾ അറിയിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സാന്റാക്ലോസിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെല്ലാം അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാവാം ഒരു പക്ഷേ, എന്നാലും അത് വീഡിയോയിൽ ആക്കി ഞാൻ ഇട്ടതാണ്. അപ്പോൾ ലതാ സിജു വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ക്രിസ്മസ് പപ്പയെ പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റു രണ്ട് കാര്യങ്ങളാണ് ക്രിസ്മസ് ട്രീയും നമുക്ക് ഏറെ രുചികരമായ ക്രിസ്മസ് കേക്കും, അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രിസ്മസ് കേക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് പപ്പയും ചേർന്ന്, അതായത് ആകപ്പാടെ കൊഴുപ്പ് തരുന്ന ആ വേളയിൽ മറ്റൊരാൾ അതിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നല്ല മണവും രുചിയുമുള്ള നല്ല കേക്കുകൾ. എന്നു മുതലാണ് ഈ കേക്കുകൾ പ്രചാരത്തിലായത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടറിവും എന്നൊക്കെയോ വായിച്ചറിവും ഒക്കെ ഉള്ള കാര്യങ്ങളാണേ. മധ്യ ഇംഗ്ലണ്ടിലാണ് ഈ കേക്കുകളുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. അതായത് മതവിശ്വാസികൾ ക്രിസ്മസിന് ഇന്നും ഉണ്ട്. അത് ക്രിസ്മസിന് ഒരു നീണ്ട 50 25 നൊയമ്പുണ്ടല്ലോ, കുറേ ദിവസം അവർക്ക് വ്രതമായിരിക്കും. ആ വ്രതമൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല ക്ഷീണിച്ചിരിക്കുന്ന ടൈമല്ലേ, അപ്പോൾ നല്ലൊരു വമ്പൻ സദ്യ, അതായത് ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ കൂട്ടി നല്ലൊരു ഭക്ഷണം കഴിക്കണമല്ലോ. ഈ ഇത്രയും നമ്മൾ വ്രതം നോക്കിയിട്ട്, അതായത് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതെ, ചില ആഹാരപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുക തന്നെ കഠിനമായ വ്രതത്തിൽ ഇരുന്നതിന് ശേഷം ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ നല്ല ഫുഡ്, അതായത് അന്നാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്, നല്ല ഫുഡ് കഴിക്കുമ്പോഴേക്കും ഇത്രയും നാളും കഴിക്കാതിരുന്നിട്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അപാകതകൾ വരുമോ, നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം കഞ്ഞി അന്ന് ഉണ്ടായിരുന്നു. കഞ്ഞി തയ്യാറാക്കിയിരുന്നു. അതിൽ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ നല്ല നല്ല സാധനങ്ങൾ ചേർത്ത്, ചിലർ മാംസം വരെ ചേർത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു തരം കഞ്ഞി തയ്യാറാക്കിയിരുന്നു. ആ കഞ്ഞിയാണ് പിൽക്കാലത്ത് രൂപമാറ്റമൊക്കെ സംഭവിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ മാറി അതിനകത്ത് മറ്റു പല സാധനങ്ങളും ഒക്കെ ചേർത്ത് ഇന്നത്തെ കേക്കിൻ്റെ രൂപത്തിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു. എങ്ങനെയായാലും ആഘോഷങ്ങൾക്ക്, അതിപ്പം ക്രിസ്മസ് എന്ന് മാത്രമല്ല, ബർത്ത്ഡേ ആയാലും എന്തൊരാഘോഷം വന്നാലും അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എന്താ പറയുക, ഒരു പ്രധാന ഐറ്റമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഈ കേക്ക് അന്ന് അതൊരു പോറിഡ്ജാണത്. എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ഇന്ന് വെച്ചാൽ കഞ്ഞിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ശരീരമൊക്കെ നല്ല പോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ തളർന്നിരിക്കുന്ന അവസരത്തിൽ നല്ല പോഷകാംശം കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു സദ്യയെ നമുക്ക് വഹിക്കാൻ വേണ്ടിയിട്ടും വയറിനും ശരീരത്തിനുമൊക്കെ സുഖം കിട്ടണം. അതിനുവേണ്ടി ചില മരുന്നുകളും ഒക്കെ ചേർത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കഞ്ഞിയായിരുന്നു അന്ന്. അത് പിന്നെ രൂപമാറ്റം, അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ക്രിസ്മസ് ട്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ട്രീയുടെ പിന്നിലെ രഹസ്യം എന്നുള്ളത്, എങ്ങനെ അതെല്ലാം ക്രിസ്മസുമായിട്ട്, പിന്നെ ചില അന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു ആഘോഷം ക്രിസ്മസ് ആണല്ലോ. അപ്പം ക്രിസ്മസിലേക്ക് ഇതൊക്കെ വന്നെത്തുകയായിരുന്നു. നമ്മൾ പപ്പായുടെ കാര്യവും പറഞ്ഞതില്ലേ, അങ്ങനെ തന്നെ. അപ്പം ഏറ്റവും വലിയൊരു ആഘോഷത്തിനെ മൂടി പിടിപ്പിക്കാൻ അതോടൊപ്പം തന്നെ കേക്ക്, എല്ലാം എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ, അല്ലേ, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാവുന്നവയാണ് ഇതെല്ലാം, അല്ലേ. നമുക്കത് ഏവർക്കും സന്തോഷം തരുന്ന ഒന്നാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടല്ലോ. അതിന് കേക്കുകൾ വേണം നമുക്ക്, അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ക്രിസ്തുമസ് ട്രീ. നമുക്കിനി അതിനെക്കുറിച്ചുകൂടെ ഒന്ന് നോക്കാം. പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്ത് ഒരു പതിവായിരുന്നു അത്രേ അലങ്കരിച്ച മരക്കൊമ്പുകൾ വീടിൻ്റെ മുറ്റത്തും മുറികളിലും ഒക്കെ ഒരുക്കി വെക്കുക എന്നുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു കാരണം, പച്ചമരങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് സമൃദ്ധിയുടെ അടയാളമായിട്ടാണ്. ഉണങ്ങുക എന്ന് പറയുമ്പോൾ ഇല്ലാതെയാകുക എന്നുള്ളത് ഒരു നെഗറ്റീവ് എനർജി അല്ലേ. അപ്പോൾ പച്ചമരങ്ങൾ, ഇലകളോട് കൂടിയ പച്ചമരങ്ങൾ ഇതുപോലെ വെട്ടി അലങ്കരിച്ച് വെക്കുക എന്നുള്ളത് അതൊരു പതിവായിരുന്നു പണ്ട്.
അത് മാത്രമല്ല ഈ മഞ്ഞുകാലത്ത് ഇലകളെല്ലാം കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഉണങ്ങിയ പോലെ നിൽക്കുക കാണാമല്ലോ. അപ്പോഴ് അടുത്ത ഉടനെ വരുന്നത് വസന്തകാലമാണ്. ഈ വസന്തകാലം വരുമ്പോഴേക്കും ഈ പിന്നെ ഉണങ്ങിയ കമ്പുകളെല്ലാം തളിർക്കുകയും അതെല്ലാം സമൃദ്ധമായി വളരി അതിലെല്ലാം പുഷ്പങ്ങളൊക്കെ ഉണ്ടായി ഒരു നല്ല വെളിച്ചത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു കലമായി മാറും. അപ്പം ഈ വസന്തകാലത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഇതുപോലെയുള്ള പച്ച മരക്കമ്പുകൾ അലങ്കരിച്ച് വെക്കുക എന്നൊരു പതിവ് പണ്ട് ഉണ്ടായിരുന്നു അത്രേ. ഇതാണ് പിന്നീടുള്ള ക്രിസ്മസ് ട്രീ എന്ന് എല്ലാവരും അറിയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ.